പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ ബലൂണിന് വീണ്ടും അടിയന്തര ലാൻഡിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വാർത്ത. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു കൂറ്റൻ ബലൂണിൽ ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്ത് നിഖിൽ പ്രമേഷ് എത്തിയിട്ടുണ്ട്. നിഖിൽ, ഈ സമീപ പ്രദേശത്തുകാർ പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നത് എന്നറിയാൻ കഴിയുന്നുണ്ടോ നിഖിൽ? ലക്ഷ്മി, എൻ്റെ പുറകിൽ കാണുന്ന ഈ നെൽവയലിലാണ് ഇന്ന് രാവിലെ 7:30 വലിയ ഭീമാകാരമായിട്ടുള്ള ബലൂൺ, ബെൽജിയത്തിൻ്റെ ബലൂൺ വന്നിറങ്ങിയത്. ആ ഭാഗത്തു നിന്നാണ് വന്നത് ബലൂണ്. ഉടനെ അവിടെയുള്ള ഈ ചേച്ചിമാരൊക്കെയാണ് ആദ്യം കണ്ടത്. ഇവരൊക്കെ ഇപ്പോൾ ലോകം അറിഞ്ഞതിൻ്റെ, അവരിങ്ങനെ ഫേമസ് ആയതിൻ്റെ ഒരു ഞെട്ടലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ ആദ്യം കണ്ടത്? ആദ്യം ഒരു സൗണ്ടാണ് കേട്ടത്. സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പാരഷൂട്ട് ഇങ്ങനെ വരുന്നു കണ്ടപ്പോൾ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് ഇന്ധനം തീർന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അതിൽ നിന്ന് തീയൊക്കെ മുകളിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് തോന്നി. കുറച്ച് മാറിപ്പോകാൻ വിചാരിച്ചു. പക്ഷെ തൊട്ട് ഈ വയലിൽ തന്നെ വീണു. എത്ര പേരായാലും ഉണ്ടായിരുന്നത്? അതിൽ 4 പേരുണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ ആയിരുന്നു. ഒരു എങ്ങനെ പറയാ, ഒരു 2 കുട്ടികളും ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയും ഒരു ആളും ഉണ്ടായിരുന്നു. ഫുള്ളി ഫോറിനറാണ്. അതെ അതെ, സായിപ്പാണ് തോന്നുന്നു. അവർ ഇംഗ്ലീഷാണ്. അവർക്ക് ഇത് വന്ന് ഇവിടെ ഇറങ്ങിയ സമയത്ത് വലിയ പേടിയിലായിരുന്നു, ആശങ്കയിലായിരുന്നു അവർക്ക് ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നോക്കുമ്പോ അവര് ഹാപ്പി ആയി ഇറങ്ങി. നിങ്ങളുടെ ടെൻഷനിലും ഞങ്ങളുടെ ടെൻഷനിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിപ്പോയി, ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടി. പക്ഷെ അവർക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവര് ഹാപ്പി ആയിട്ട് അവർ വണ്ടി വന്നു കയറിപ്പോയി. ഇത് എവിടെയാ ഇറങ്ങിയത്? ഈ വയലിൽ തന്നെയാണ് ഇറങ്ങിയത്. അതായത് അവിടെ ഇങ്ങനെ വന്ന് അവർ സേഫായിട്ട് ഇറങ്ങിയ ശേഷമാണോ ആ കാറ്റ് ഡൗൺ ആയത്, താഴേക്ക് വീണത്, അതോ അതിന് മുൻപ് തന്നെ? അല്ല, അവര് ഇറങ്ങിയതും ആ ബലൂണ് ഡൗൺ ആയപ്പോഴത്തേക്ക് അവരെല്ലാം ചാടി ഇറങ്ങി. അവര് നല്ല ഹാപ്പി ആയിരുന്നു. അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കന്യാകുമാരിയിൽ ഇറങ്ങിയത് ഗ്യാസ് തീർന്നിട്ടാണെന്നാ പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇറക്കേണ്ടി വന്നതെന്ന് അവർ പറഞ്ഞു നിങ്ങളോട്? ഗ്യാസ് തീർന്നിട്ടാണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ അതിലെന്തോ എയർ കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. ഹോൾ ഉണ്ടായിരുന്നു തോന്നുന്നു. എയർ കുടുങ്ങിയിട്ട് ഇറക്കിയതാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ഏതാണ്ട് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് അറൗണ്ട് ഒരു 10-40 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവില്ല. എയർ ഡിസ്റ്റൻസിൽ തന്നെ എന്തായാലും ഒരു 15 മുതൽ 20 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവും. അപ്പം അത്രയും ദൂരം പറന്നിട്ടാണ് വന്നത്. നിങ്ങൾ അവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുത്തോ? ഞങ്ങളടുത്ത് ഒന്നും ചോദിച്ചില്ല, അപ്പം ഞങ്ങളൊന്നും കൊടുത്തുമില്ല. അവരുടെ ആൾക്കാർ അപ്പം തന്നെ വന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ലക്ഷ്മി, എൻ്റെ പുറകിൽ കാണുന്ന വയലിലാണ് ഇത് വന്നിറങ്ങിയത്. അവർ സേഫായിട്ട് വന്നിറങ്ങി. ഉടനെ തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ കമ്പനിയുടെ അധികൃതരെത്തി ബലൂൺ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പൊള്ളാച്ചിയിലെ ഫെസ്റ്റ് അവസാനിച്ചത് പാലക്കാട്ടുകാർക്ക് ഭാഗ്യമായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ബലൂണൊന്നും വരില്ല എന്നാണ് അവർ കരുതുന്നത്. ഇനിയിപ്പോൾ മധുരയിൽ നടക്കുന്നുണ്ട്. 18-നും 19-നും മധുരയിൽ ഈ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എന്തായാലും ആ 4 പേര്, 5 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേര്, ആ ബലൂണിൽ ഉണ്ടായിരുന്ന 4 പേരും സുരക്ഷിതരാണ് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരോടൊക്കെ സംസാരിച്ചപ്പോഴും വളരെ കൂളായിട്ടാണ് അവർ ബിഹേവ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം ആ ബലൂണും അതോടൊപ്പം തന്നെ ആളുകളും ഇവിടെ നിന്ന് പോയി. അപ്പോൾ എന്തായാലും അവർ ബലൂൺ വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ പേടിച്ചല്ലാതെ ബലൂൺ ഉണ്ടായിരുന്നവർ വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇനി അടുത്തത് മധുരയിൽ ഉണ്ടാകുമ്പോൾ ഇനി മധുരയിൽ നിന്ന് പുതിയ ബലൂൺ വല്ലതും വരുമെന്തോ എന്ന നാട്ടുകാർ ഉറപ്പായും സംശയിക്കും. ഇപ്പോൾ വരുന്ന വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആകെ രജിസ്റ്റർ ചെയ്ത് 40 കേസുകളെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ്. 3 കേസുകൾ ഉടൻ FIR ഇടുമെന്നും SIT പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 35 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 കേസുകൾ നോഡൽ ഓഫീസർ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. 7 കേസുകൾ കുറ്റപത്രം നൽകി എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ്.